Page number 239, illustration 22. Mr. Lal had acquired jewelry worth 3,50,000 in July 2009. ജൂലൈ 2009 ലാല് ജ്വല്ലറി വാങ്ങിച്ചത് പർച്ചേസ് ചെയ്തത് 3,50,000 രൂപയ്ക്ക്. ഹി സോൾഡ് ദി ജ്വല്ലറി ഇൻ ജാൻ 2024 12 lakh rupees. എന്ത് ക്യാപിറ്റൽ ഗെയിനാ? 2009 വാങ്ങിച്ചു, 2020 വിൽക്കുകയാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് പർച്ചേസ്ഡ് എ ഹൗസ് ഇൻ ജൂൺ 2024 10 lakh. ജ്വല്ലറി വിറ്റ് വീട് വാങ്ങിച്ചു. ഏത് സെക്ഷനാ? 54F. ഏതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടും ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 54F. കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അത് കണ്ടുപിടിക്കണം നമ്മൾ. ജസ്റ്റ് ഞാനൊന്ന് ചോദിക്കാം, ഇവിടെ ക്വാണ്ടം ഓഫ് എക്സംഷൻ കേസ് 1 ആണോ കേസ് 2 ആണോ വരിക? കേസ് 2 വരണമെങ്കിൽ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഷുഡ് ബി ലെസ് ദാൻ സെയിൽ കൺസിഡറേഷൻ ആണോ? പുതിയ വീട് 10 ലക്ഷത്തിനാണ് മേടിച്ചേക്കുന്നത്, അവരുടെ സെയിൽ കൺസിഡറേഷൻ 12 ലക്ഷം. 12 ലക്ഷത്തിനേക്കാളും കുറവാണ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. അതുകൊണ്ട് രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം, പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിൽ കൺസിഡറേഷൻ 12 ലക്ഷം രൂപയാണ്. ഇവിടെ എന്തില്ല, ബ്രോക്കറേജോ ട്രാൻസ്ഫർ ഫീസോ ഒന്നുമില്ല. അതുകൊണ്ട് സെയിൽ കൺസിഡറേഷൻ 12 ലക്ഷം ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. വാങ്ങിച്ചത് 3,50,000 രൂപയ്ക്കാണ്. ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ 289. കാണാണ്ട് പഠിക്കുന്ന എല്ലാവരും വാല്യൂ ക്വസ്റ്റ്യനിൽ തരില്ല. ഏത് ഈ അവസാനത്തെ 19-20ൻ്റെയും തരില്ല, 2001ൻ്റെയും തരില്ല. ബേസ് ഇയർ 100, അത് രണ്ടും തരില്ല. ഇടയിലത്തെ മാത്രമേ തരുള്ളൂ. ഏത് കൊല്ലം ഇയാൾ എക്വയർ ചെയ്ത്? 2009 എക്വയർ ചെയ്ത്. അതിൻ്റെ CII ക്വസ്റ്റ്യനിൽ തന്നിട്ട് 148. അപ്പോൾ എന്ത് ചെയ്തു? ഇൻഡെക്സ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇൻഡെക്സ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്തപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്തേക്കുന്നത് 5,16,554. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ 54F പ്രകാരം യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി ക്വാണ്ടം ഓഫ് എക്സംഷൻ. 54F ആണെന്ന് തിരിച്ചറിയണം. ജ്വല്ലറി വിറ്റ് വീട് മേടിച്ചത് കൊണ്ട് 54F. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എത്ര രൂപയ്ക്കാണ് വീട് മേടിച്ചത്? 10 ലക്ഷം രൂപയ്ക്കാണ് വീട് മേടിച്ചത്. ഡയറക്റ്റ് 10 ലക്ഷം എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 5,16,000 നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. എപ്പോഴും ആ ഫോർമുല കണ്ടുപിടിക്കണം. ആ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഹൗസ് ഇൻറ്റു ക്യാപിറ്റൽ ഗെയിൻ ബൈ സെയിൽ കൺസിഡറേഷൻ. ഫോർമുല പഠിക്കണം ട്ടാ. എന്നിട്ട് അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തോ. 7th എക്സംഷൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ, സെക്ഷൻ 54G. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നമ്മുടെ ആദ്യത്തെ വെറും 54, എഗ്രികൾച്ചർ ലാൻഡ്, ആ EC, പിന്നെ നേരത്തെ പഠിച്ച F, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് തിയറിക്ക് വേണ്ടി മാത്രം, ഇതങ്ങനെ പ്രോബ്ലം ചോദിക്കാറില്ല. അപ്പോൾ എന്താ വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് അസറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന അസറ്റ് നിങ്ങൾ അർബൻ ഏരിയയിൽ നിന്ന് നോൺ അർബൻ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന എക്സെംഷൻസ് കിട്ടും. ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സെംഷൻ കിട്ടുള്ളൂ. ദ അസസി ട്രാൻസ്ഫേഴ്സ് ലോങ് ടേം ഓർ ഷോർട്ട് ടേം അസറ്റ്. ലോങ് ടേം അസറ്റ് ആവാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് ആവാം. അപ്പോൾ എന്തൊക്കെ അസറ്റ് നമ്മൾ മാറ്റിയ സാധനം? പ്ലാന്റ് മാറ്റും, മെഷീനറി. ബിൽഡിംഗ് ഓർ ലാൻഡ് പറഞ്ഞാൽ എടുത്ത് കൊണ്ടുവയ്ക്കില്ല, നമ്മൾ ഈ ലാൻഡ് വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ലാൻഡ് മേടിക്കുക. അതുപോലെ ബിൽഡിങ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കണം. നിങ്ങൾ വീട്ടിലത്തെ ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറി മാറ്റുമ്പോഴൊന്നും നിങ്ങൾക്ക് ഈ എക്സംഷൻ കിട്ടില്ല. ദ ട്രാൻസ്ഫർ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ഷിഫ്റ്റിംഗ് ഓഫ് എൻ അണ്ടർടേക്കിംഗ് ടു എ നോൺ അർബൺ ഏരിയ. അതായത് നിങ്ങൾ അർബൺ ഏരിയയിൽ നിന്ന് നോൺ അർബൺ ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ചിന്തിക്കണമെങ്കിൽ, നോൺ അർബൺ ഏരിയ, വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് വെക്കുമ്പോൾ ആ ഏരിയയ്ക്ക് എന്തുണ്ടാവും? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ആ ഏരിയയിലെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ എപ്പോഴും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുക ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോണോ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലാണ്, റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അർബൺ ഏരിയയിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഗവൺമെൻറ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ
Capital gain is utilized to acquire plant, machinery, land or building within a period of 1 year. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അർബൺ ഏരിയയിലത്തെ ഒരു ലാൻഡോ ബിൽഡിങ്ങോ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കാശ് കിട്ടും. കാരണം അവിടെ ഭയങ്കര പ്രൈസാണ് അല്ലേ? അവിടെ നല്ല കോസ്റ്റാണ് സ്ഥലത്തിനൊക്കെ. അപ്പോൾ അത് വിൽക്കുമ്പോൾ കുറേ കാശ് കിട്ടും. ആ കാശ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കൊടുത്തിട്ട് റൂറൽ ഏരിയയിൽ നിങ്ങൾ സ്ഥലം മേടിക്കണം, ബിൽഡിങ് പണിയണം, പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കണം. അത് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് തന്നെയായിരിക്കണം. The capital gain is utilized to acquire plant, machinery, land or building within a period of 1 year or 3 years after the date of transfer. ഒന്നല്ലെങ്കിൽ ഈ അവിടുത്തെ വിൽപ്പനയൊക്കെ കഴിയണതിൻ്റെ 1 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ വിറ്റിട്ട് ട്രാൻസ്ഫറിന് ശേഷം 3 കൊല്ലത്തിൻ്റെ ഉള്ളിലോ നിങ്ങൾ ഈ റൂറൽ ഏരിയയിൽ വന്നിട്ട് അതേ പർപ്പസിന് വേണ്ടിയിട്ട് ആ കാശ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് എന്തുണ്ടാവും? ക്യാപിറ്റൽ ഉണ്ടാവില്ലേ? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. The newly acquired asset must be held by the assessee for 3 years. എല്ലാ അതും പറഞ്ഞ പോലെ തന്നെ 3 കൊല്ലം അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ക്വാണ്ടം ഓഫ് എക്സംഷൻ പറഞ്ഞാൽ പുതിയ അസറ്റിൻ്റെ വില എന്താണോ അതാണ് എക്സംഷൻ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. അപ്പോൾ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 54G പഠിക്കുക. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ GA. അതേപോലെ അർബൺ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലാണ് ബിസിനസ് തുടങ്ങാൻ പോണത്. വെൻ ആൻ അസസി ട്രാൻസ്ഫേഴ്സ് എ ലോങ് ടേം ഓർ ഷോർട്ട് ടേം അസറ്റ് ഇൻ ദി നേച്ചർ ഓഫ് പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ഓർ ബിൽഡിംഗ് as a part of shifting industrial undertaking from urban area to special economic zone, cost of new asset. ആ പുതിയ അസറ്റിൻ്റെ വിലയാണ് ക്വാണ്ടം ഓഫ് എക്സെപ്ഷൻ. 1 കൊല്ലത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് 3 കൊല്ലത്തിൻ്റെ ഉള്ളിലോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ആ കാശ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം 8 എണ്ണം പഠിച്ചു? 8 എണ്ണം പഠിച്ചു. അവസാനത്തെ എക്സംഷനാണ് പഠിക്കാൻ പോണത്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി GB. An individual or HUF transfers residential property or a plot of land if the assessee utilizes the net consideration for subscription in equity shares of a eligible company. വീട് വിറ്റ് കിട്ടണ കാശ് ഷെയറിലേക്ക് ഉപയോഗിക്കുക. എലിജിബിൾ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസത്തിൻ്റെ മുമ്പ് or purchase new plant and machinery within 1 year or deposit the amount in specified banks. അത് നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്തത്? വീട് വിറ്റിട്ട് വീട്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്? അല്ല, വീട് വിറ്റ് കിട്ടുന്ന കാശ് എലിജിബിൾ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. എത്ര എമൗണ്ട് ഓഫ് എക്സംഷൻ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ അസറ്റ്. നേരത്തെ പഠിച്ച അതേ ഫോർമുലയാണ്. ഒരു ക്യാപിറ്റൽ ഗെയിൻ ആദ്യം ഇത് മാത്രം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ അസറ്റ് ഇൻടു ക്യാപിറ്റൽ ഗെയിൻ ബൈ നെറ്റ് കൺസിഡറേഷൻ. നേരത്തെ പഠിച്ച അതേ ഫോർമുല പഠിക്കുക. അതാണ് ക്വാണ്ടം ഓഫ് എക്സംഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ലാസ്റ്റ് 3 ഭാഗമൊക്കെ തിയറിക്ക് വരിക. 54Fഉം അതുപോലെ നമ്മുടെ Dയും ECയും 54ഉം ഒക്കെയാണ്, B ഒക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്.